ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ കൊണ്ട് നമുക്ക് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം. അതിന് ഞങ്ങൾ 2 മാങ്ങ എടുത്ത് നമുക്ക് ഇനി അതിൻ്റെ തോല് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അതായത് അതിൻ്റെ നെറ്റ് കളഞ്ഞ് എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി, അല്ല ചെറിയ ഇതായിട്ട് നമ്മൾ മാങ്ങ തോല് ചെത്തിയെടുക്കാം. ഇത് എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് അതിൻ്റെ ആങ്ങൾ കുട്ടിയത് 2 ഇതവർ. അപ്പോൾ അവരെന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ, വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ എത്തി വന്നിരിക്കും, അവർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പൻ്റെ പേര് ഹാജിമ്. അപ്പോൾ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്, അമ്മായി ഐസ്ക്രീം ഉണ്ടാക്കാനോ. എന്തൊക്കെയാണ് നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും റാഹത്തല്ലേ? അങ്ങനെ നമ്മൾ തോലൊക്കെ ചെത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അത് ചെറുതായി കട്ട് ചെയ്തെടുക്കും. നല്ല പഴുത്ത മാങ്ങ എടുക്കണിട്ടില്ലേ, അല്ലെങ്കിൽ പഴുത്തിട്ടില്ലെങ്കിൽ പുളി വരും, ഐസ്ക്രീമിന് രുചിക്ക് കമ്മിയാവും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നല്ല പഴുത്ത മാങ്ങ വേണം, പുളിയില്ലാത്ത മാങ്ങ വേണം. അങ്ങനെ നോക്കിയെടുക്കാൻ കടയിൽ നിന്ന്. ഇത് അവർ ചെത്തിയെടുത്തപ്പോൾ അവരിത് ഓരോ കഷ്ണങ്ങളായി എടുത്ത് തിന്നാണ്. ഇതിൻ്റെ ഒരു ആങ്ങൾ കുട്ടിയിട്ടില്ലേ, അത് മാങ്ങ കട്ട് ചെയ്യുന്ന എൻ്റെ 3ാമത്തെ ആങ്ങൾ കുട്ടിയാണ്. അവൾ രാത്രിക്ക് വന്നീന്ന്, അപ്പോൾ അവളും കട്ട് ചെയ്ത് തന്നു. എന്നിട്ട് എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ? എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ നല്ല അടിപൊളിയാണ്. നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. 2 മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട്. ഈ മാങ്ങ 2 നമ്മളെ ചെറുപ്പത്തിൽ ഇങ്ങനെ കഴിച്ചിരുന്നില്ലല്ലേ മാങ്ങ 2 മീനില്ലേ? ഇപ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നമുക്കത് മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആ കഷ്ണം വെട്ടി നമ്മൾ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇനി അരച്ചെടുക്കാം. മധുരം കമ്മിയാണെങ്കിൽ ലേശം മധുരം 2 സ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോസ് എല്ലാവരും ഫ്രീ ആയി കാണുക, വീഡിയോസ് ഫുള്ളായി കാണുക, മറക്കരുത്. സമയത്തിനനുസരിച്ച് വീഡിയോസ് കാണുന്നുണ്ട്. ഇന്ന സമയത്ത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എപ്പോഴാണ് സമയം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കാണുക, മറക്കാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ അറിയുന്നൊക്കെ കാണിച്ചു വെക്കുക. ഞങ്ങൾ മിൽക്ക് ബാഡായിക്ക് വരാം. ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കണം, അപ്പോൾ ഞങ്ങൾ കുറച്ച് നമുക്കതൊന്ന് അടിച്ചെടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് അരച്ചിട്ടിട്ട് നമുക്ക് ഇനി അതിലേക്ക് മിൽക്ക് ബാഡ് വരണം. എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി മറക്കരുതിട്ടില്ലേ? എന്നിട്ട് എങ്ങനത്തെ കമൻറ്റിൽ എഴുതുണ്ടോ, ഞങ്ങൾ ഉണ്ടാക്കിയത് നേരായാലും ഇല്ലെങ്കിലും പറയണ്ടോ. നല്ല പഴുത്ത മാങ്ങ എടുക്കണം. ഒന്നാമത് പറയുന്നത് എന്തെന്നറിയോ, പുളിയില്ല. നല്ല പഴുത്തില്ലാത്ത മാങ്ങ എടുത്താൽ പുളി ഉണ്ടാവും, അപ്പോൾ ഐസ്ക്രീമിന് രുചി ഉണ്ടാവില്ല. അങ്ങനെ നല്ല പതിപ്പിച്ചെടുക്കണം, നല്ലുള്ളൂ സിറ്റിന് മിൽക്ക് ബാഡ് വരും. എനിക്ക് മധുരത്തിനനുസരിച്ച് എല്ലാം ചെയ്തുകൊണ്ടിട്ടില്ലേ, ഞങ്ങൾ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഉമ്മാക്ക് ഷുഗർ ഉള്ളതല്ലേ, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇതായിട്ടുള്ളൂ. നല്ല മധുരം ഉണ്ട് കേട്ടോ, അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. എന്നിട്ട് അതുമാരെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് നല്ല പതഞ്ഞ് വരുന്നേരം നമുക്ക് അടിച്ചെടുക്കുക. മാങ്ങ അരച്ചത് നമുക്ക് ഞയ്ക്ക് ഒഴിക്കാം. എന്നിട്ട് അതും എല്ലാം പാടെ കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിക്കണ?
നോക്കിക്കണമെങ്കിൽ പറയാം ഞങ്ങളിങ്ങനെ ഉണ്ടാക്കിയെന്ന്. എന്നാൽ അങ്ങനെ എനിക്കൊന്നും പാടെ ഉണ്ടാക്കി നോക്കാമല്ലോ. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എന്നടിക്ക് ചുമ ഉണ്ടല്ലേ? അപ്പം നിങ്ങൾ അന്നൊക്കെ എന്നും ചുമയാണ്. ഈ പൊടിയൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പം ചുമ മാറുന്നില്ല. കണ്ടില്ലേ? ഇങ്ങനെ എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റണം. ഇങ്ങനെ ബോളിലേക്ക് നമുക്ക് കോരി ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ദിവസം വെക്കാം. ഞങ്ങൾ രാത്രി ഉണ്ടാക്കിക്കണേ, അപ്പോൾ രാവിലെ നമുക്ക് നോക്കിയേക്കാം. എളുപ്പമാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാതും റെഡിയാക്കി വെക്കാം. ഐസ്ക്രീം നമുക്ക് കടയിൽ നിന്ന് അങ്ങനെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ നമ്മളെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കുക, നമുക്ക് കഴിക്കാം. നമുക്കങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ധാരാളം ഫ്രിഡ്ജിൽ വെച്ച് ഇനി നമുക്കിതാ പിറ്റേ ദിവസം നമുക്ക് എടുത്ത് വെക്കാം. നോക്കുകയാണെങ്കിൽ നല്ല ഇതായി വന്നിട്ടില്ലേ? അടിപൊളിയാക്കണല്ലേ? നമുക്കത് കയ്യിലെടുത്തിട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. എങ്ങനെയുണ്ട് നോക്കാമല്ലോ. നല്ല ഇതാക്കാം. ഇതാ നോക്കണേ. നല്ല കട്ടയിക്കണേ. ആ കുട്ടികൾ കൈകൊണ്ട് കോർത്തുന്നു. നേരായിട്ടില്ലേ? അടിപൊളിയായിക്കണിട്ടാ. നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല അടി സൂപ്പറാകും. അപ്പം നല്ല പഴുത്ത മാങ്ങ വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക എല്ലാവരും. എന്താ ഇമ്മ മാങ്ങ നോക്കാണ്. സൂപ്പറിനാണ്. ഓന് അടിപൊളിയായിരുന്നു, സൂപ്പർ പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇന്ന് പിന്നെ എന്തൊക്കെ? അപ്പം അത് ഞാൻ കടയിൽ പോയിരുന്നു. ഞാൻ കടയിൽ പോയി വന്നപ്പോൾ ഞാൻ നോക്കിയതാണ് എങ്ങനെയുണ്ട് നോക്കാൻ. അപ്പം ഞാനൊന്നൊക്കെ നോക്കിയിട്ട് കഴിക്കാൻ വേണ്ടി എടുത്തത്. സൂപ്പറായിരിക്കുമല്ലേ? അടിപൊളിയല്ലേ? അപ്പം ഞാൻ വന്നപ്പോൾ കുട്ടികൾക്കൊന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും പാടെ കുട്ടികൾക്ക് എടുത്ത് കൊടുത്ത്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ, അസ്സലാമലൈക്കും. മറക്കരുത് എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുക, സ്ലിപ്പ് കാണുക, അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ, അസ്സലാമലൈക്കും.